പിന്നെ വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 46 മുതൽ 56 വരെയുള്ള തിരുവചനങ്ങൾ. മലയാളം പറഞ്ഞു, എന്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എന്റെ ചിത്തം ദർശനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. അവർ തന്റെ ദാസരുടെ താഴ്മയെ കടാക്ഷിച്ചു. ഇപ്പോൾ എന്റെ ഭാഗ്യമത്തിൽ പ്രവർത്തിക്കും. സത്യനാരായണൻ എന്ത് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുത്തെ നാമം പ്രസിദ്ധമാണ്. അവിടുത്തെ ഭക്തരുടെ വർഷിക്കും. നിന്റെ ഭുജം ശക്തി പ്രകടിപ്പിച്ചു. നിന്റെ വിചാരത്തെ ആമിക്കുന്നവരെ ചതിച്ചു. ഭക്തന്മാരെ സിംഹാസനത്തിൽ നിന്നും മറിച്ചിട്ടു. ഇളയവരെ ഉയർത്തി വിശുദ്ധവരെ വിശുദ്ധ വിമുഖവും സംഗീതരാക്കി. സമ്പന്നരെ വെറും കൈയോടെ പറഞ്ഞയച്ചു. നിന്റെ കാരുണ്യം മനസ്സിലാക്കിച്ചവർക്ക് തന്റെ ദാസനായ ഇസ്രായേലിനെ സഹായിച്ചു. അവർ പിതാക്കന്മാരെ അബ്രാഹാമിനും അവന്റെ സന്തതിയോടും എന്നേക്കും ചെയ്ത വാഗ്ദാനം അനുസരിച്ചു. ലൂക്കയുടെ സുവിശേഷം 1-ാം അധ്യായം 46 മുതൽ 55 വരെയുള്ള വാക്യങ്ങൾ. മറിയത്തിന്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എന്റെ ചിത്തം എന്റെ രക്ഷകരായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. അവിടുന്ന് തന്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് വിളിക്കും. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുത്തെ നാമം പരിശുദ്ധമാണ്. അവിടുത്തെ ഭക്തരുടെ തലമുറകൾ തോറും കരഘോഷിക്കും. അവിടുന്ന് തന്റെ ഭുജം കൊണ്ട് ശക്തി പ്രകടിപ്പിച്ചു. ഹൃദയവിചാരത്തിൽ ആയിരിക്കുന്നവരെ അവിടുന്ന് ചിതറിച്ചു. ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്ന് മറിച്ചിട്ട് എളിയവരെ ഉയർത്തി. വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തരാക്കി. സമ്പന്നരെ വെറും കൈയോടെ പറഞ്ഞയച്ചു. എന്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് തന്റെ ദാസനായ ഇസ്രായേലിനെ സഹായിച്ചു. നമ്മുടെ പിതാവായ അബ്രാഹാത്തോടും അവന്റെ സന്തതികളോടും എന്നേക്കുമായി ചെയ്ത ഉടമ്പടി അനുസരിച്ച് തന്നെ. ലോകം ഒന്ന് മറയത്തിന്റെ സ്വസ്ഥമില്ല. മറയം പറഞ്ഞു, എന്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എന്റെ ചിത്തം എന്റെ ലക്ഷ്യം ദേശാന്നിരിക്കുന്നു. അവിടുന്ന് തന്റെ ദാസോത്താനെ കടാക്ഷിച്ചു. ഇപ്പോൾ മുതൽ സകല തലമുറകളെ ഭാഗ്യത്തിന് പ്രകടിപ്പിക്കും. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുത്തെ നാമം പരിശുദ്ധമാണ്. അവിടുത്തെ ഭദ്രമേ താൻ മഹത്വവും. അവിടുന്ന് കടന്നു നശിക്കും. അവിടുന്ന് തന്റെ പുതിയ ശക്തി പ്രകടിപ്പിച്ചു. ഇതേ വിചാരത്തിൽ അകന്നിക്കാൻ ചുടാറിച്ചു. ശക്തന്മാർ സിംഹാസനം നിന്ന് മറിച്ചിട്ടു. എളിയവരെ വിശുക്കുന്നവരെ വിശിഷ്ട വിഭാഗങ്ങളുടെ സമൃദ്ധമാക്കി. സമ്പന്നവരെ വെറും കൈയോടെ പറഞ്ഞയച്ചു. തന്റെ കാരുണ്യം മനസ്സിച്ചുകൊണ്ട് അവിടുന്ന് തന്റെ ദാസനായ ഇസ്രായേൽ സഹായിച്ചു. നമ്മുടെ പിതാക്കന്മാരായ അബ്രാഹാത്തോടും അവന്റെ സന്തതിയോടും എന്നേക്കുമായി ചെയ്ത വാഗ്ദാനം അനുസരിച്ചും തന്നെ. മരം അവളോടുകൂടി 3 മാസത്തോളം താമസിച്ചു. പിന്നെ വീട്ടിലേക്ക് പോയി. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 46 മുതൽ 56 വരെയുള്ള വാക്യങ്ങൾ. മറിയത്തിന്റെ സ്തോത്രഗീതം. മറിയം പറഞ്ഞു, എന്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എന്റെ ചിത്തം എന്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. അവിടുന്ന് തന്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. നമ്മുടെ പിതാവ് ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുത്തെ നാമം പരിശുദ്ധമാണ്. അവിടുന്ന് തന്റെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും കരുണ വർഷിക്കും. അവിടുന്ന് തന്റെ ഭുജം കൊണ്ട് ശക്തി പ്രകടിപ്പിച്ചു. ഹൃദയവിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചു. ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്ന് മരിച്ചിട്ടു. എളിയവരെ ഉയർത്തി. വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സമൃദ്ധരാക്കി. സമ്പന്നരെ വെറുങ്കയോടെ പറഞ്ഞയച്ചു. തന്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് അവിടുന്ന് തന്റെ ദാസനായ ഇസ്രായേലിനെ സഹായിച്ചു. നമ്മുടെ പിതാക്കന്മാരായ അബ്രാഹാത്തോടും അവന്റെ സന്തതികളോടും എന്നേക്കുമായി ചെയ്ത വാഗ്ദാനം അനുസരിച്ച് തന്നെ. മറിയം അവളോടുകൂടി 3 മാസത്തോളം താമസിച്ചു. പിന്നെ വീട്ടിലേക്ക് മടങ്ങി. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 46 മുതൽ 56 വരെയുള്ള വാക്യങ്ങൾ. മറിയത്തിന്റെ സ്തോത്രഗീതം. മറിയം പറഞ്ഞു, എന്റെ